മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. സ്വർഗീയ അനുഭവത്തിൻ്റെയും വിശുദ്ധിയിലൂടെ നടന്നതിൻ്റെയും ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വിശുദ്ധിയുടെ കഥകൾ പറഞ്ഞ് നമ്മുടെ മക്കളെ എങ്ങനെ വിശുദ്ധിയുടെ സോപാനങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മുടെ മധുരമൊഴി. ഇന്ന് നമ്മുടെ മധുരമൊഴിയിൽ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മളിവിടെ എപ്പോഴുമുള്ള നമ്മുടെ ഡെയ്സി ആൻറ്റിയാണ്. ഡെയ്സി ആൻറ്റി തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ആൻറ്റിയെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം പുതിയൊരു കുടുംബമാണ്. ബഹുമാനപ്പെട്ട സജി ചേട്ടനും ദീപ ചേച്ചിയും. നിങ്ങൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ ഓഡിയൻസിന് വേണ്ടി? ഞങ്ങൾ തലശ്ശേരി രൂപതയിലെ തോമാവൂർ ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ ബിസിനസ് ചെയ്യുന്നു. ദീപ ഹൗസ് വൈഫാണ്. 3 മക്കളാണുള്ളത്. തെരേസ, അൽഫോൻസ, എമ്മാനുവൽ. 3 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചെറിയ സംഭവത്തിൽ തുടങ്ങാം. ബോസ്നിയൻ കലാപത്തിൽ സെർബിയൻ ഭടന്മാരാൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട റേപ്പ് ചെയ്യപ്പെട്ട ഒരു യുവ സിസ്റ്റർ ഉണ്ടായിരുന്നു, ലൂസി. അവളുടെ എഴുത്ത് ലോകത്ത് മുഴുവൻ പിടിച്ചുലച്ച ഒരു എഴുത്താണ്. 1990 മധ്യകാലങ്ങളിലായിരുന്നു സംഭവിച്ചത്. അവൾ പിന്നീട് ഈ അനുഭവത്തിന് ശേഷം പ്രഗ്നൻ്റ് ആവുകയും സമയത്ത് അവളുടെ മദർ സുപ്പീരിയറിനെതിരെ എഴുത്തുണ്ട്. അതിപ്രകാരമാണ് തുടങ്ങുന്നത്: ഞാൻ ലൂസി, റേപ്പ് ചെയ്യപ്പെട്ട സിസ്റ്റേഴ്സിൽ ഏറ്റവും ഇളയവൾ. ആ ഒരു രാത്രി എന്നെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. ഈ അതിക്രൂരമായ പീഡനത്തിന് ശേഷം എനിക്ക് രാവിലെയാണ് ബോധം വീണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കിടക്കുന്നത് കർത്താവിൻ്റെ ഗെത്സമൻ തോട്ടത്തിലാണെന്ന്. പിന്നീട് ദിവസങ്ങളിലെല്ലാം ഞാൻ അതികഠിനമായ മാനസിക വ്യഥകളുടെയും തകർച്ചകളുടെ നടുവിലായിരുന്നു. പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നീട് എൻ്റെ സഹോദരിമാരുടെയും അമ്മയുടെ തന്നെ സഹായത്തോടെ തമ്പുരാൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് പറ്റി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മനസ്സിലാക്കി എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു. പലരും പറഞ്ഞു കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ചിലർ പറഞ്ഞു കുഞ്ഞിനെ സന്യാസഭയിൽ തുടരാൻ വേണ്ടി തന്നെ കുഞ്ഞിനെ മറ്റൊരാളെ വളർത്താൻ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഒടുക്കം ഞാൻ തീരുമാനിച്ചു എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. പകയുടെയും പീഡനത്തിൻ്റെയും ആസക്തിയുടെയും പേരിൽ ഉരുവായൊരു കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ വളരുന്നുണ്ട്. ഞാൻ ആ കുഞ്ഞിന് ജന്മം കൊടുക്കും. ജന്മം കൊടുത്തിട്ട് ആ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു വളർത്തും, നീ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രത്യേകിച്ച് ക്ഷമയുടെയും പര്യായമായി ഈ ലോകത്തിൽ ഉയർന്നു നിൽക്കണമെന്ന്. പീഡനത്തിൽ വളർന്ന കുഞ്ഞ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും ഐക്യമായി ഉയർന്നു നിൽക്കണമെന്ന് ഈ കുഞ്ഞ് കന്യാസ്ത്രീ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഇത് വായിച്ച് എൻ്റെ ഹൃദയം തകർന്നു പോയതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയവും. ക്ഷമിക്കാൻ എങ്ങനെ നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം? കർത്താവിൻ്റെ കുരിശിലേക്ക് ചേർത്ത് വെച്ച് കുഞ്ഞുനാളിലെ മുതലേ ക്ഷമയുടെ ചെറിയ ബാലപാഠങ്ങളും കിട്ടിയ മുറിവുകളൊക്കെ കർത്താവിനോട് ചേർത്ത് വെച്ച് തിരുമുറിവുകൾ ചേർത്ത് വെച്ച് എങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ആന്തരികങ്ങൾ ഉണക്കി എങ്ങനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ചെറുപ്പത്തിൽ പഠിപ്പിക്കാം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് ചൂടാവുന്നവരോ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരെന്നൊക്കെ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ അവർ മാതാപിതാക്കൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. ചില സിറ്റുവേഷനിലൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നു, ചില തെറ്റുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രകോപിതരാന്ന് കണ്ടിട്ടായിരിക്കും പലപ്പോഴും. അതിന് മറുവശമാണല്ലോ ഈ ക്ഷമിക്കുന്ന സിറ്റുവേഷൻ കണ്ടുപഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക്. അതുകൊണ്ടല്ല പരിശീലനം, നമ്മുടെ വിശ്വാസ പരിശീലനം എന്നാണ് പറയുന്നത്. പരിശീലിപ്പിക്കേണ്ട കാര്യം ഓരോ പുണ്യങ്ങളും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വരാം. നിങ്ങളുടെ വിശ്വാസ പരിശീലനം സജേട്ടാ, എങ്ങനെയാണ് ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ ഈ ക്ഷമയുടെ പരിശീലനം അല്ലെങ്കിൽ പിള്ളേർ മുറിവുകൾ ഉണക്കുന്നതിൻ്റെ പരിശീലനം എങ്ങനെ വീട്ടിൽ നടക്കുന്നത്? നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കാനുള്ളൊരു സിസ്റ്റം പ്രാർത്ഥനയിലൂടെ. അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മുറിപ്പെടുത്തുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞുമക്കളാണെങ്കിൽ അത് അവർ മനസ്സിൽ കിടക്കും. അപ്പോൾ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്ലിക്കാവും. അപ്പോൾ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ മറ്റുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ടുണ്ടോ? ഇത് പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യമാണ്. ആരെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം സജീറിൻ്റെ അടുത്ത് ഞാൻ ചിലപ്പോൾ പരാതി പറയും അങ്ങോട്ട്. അവരങ്ങനെ പറഞ്ഞു, എന്നാലും എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്തില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ മക്കൾ കേൾക്കുമ്പോഴായിരിക്കും. അപ്പം എന്നോട് ആദ്യം പറയുന്നത് അത് അവരുടെ അവസ്ഥ അങ്ങനെ ആയിട്ടായിരിക്കും, നീ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ റിയാക്ട് ചെയ്തേക്കാം. അങ്ങനെ ഒരു കാരണം എന്ത് പറഞ്ഞാലും അപ്പം ഞാനിടയ്ക്ക് വിഷമം കൊണ്ടൊക്കെ പറയും, നമ്മളെ ഒരിക്കലും ന്യായീകരിക്കില്ല. നമ്മളെപ്പോഴും അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അപ്പോഴേ അവരുടെ ഭാഗത്ത് നിന്നിട്ട് പറഞ്ഞിട്ട് ഇപ്പം മക്കൾ കാണിച്ചാലും അവരോടും പറയുന്നത് തന്നെയാണ്. മക്കൾ സ്കൂളിൽ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. അവര് സ്കൂളിൽ നിന്നൊക്കെ ചെറിയ ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഉന്തി തള്ളി ഒന്ന് ബുക്ക് വലിച്ചു അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമായിരുന്നു. അപ്പൊ വരുമ്പോഴേ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് കയറ്റി വരുമ്പോഴേ സങ്കടം ആദ്യം പറയും. കരഞ്ഞായിരിക്കും വരുന്നത്.
അപ്പോൾ പറഞ്ഞു കഴിയുമ്പോഴേ ഞങ്ങൾ ആദ്യം പ്രെയർ റൂമിൽ കൊണ്ട് ഇരുത്തും. ഇരുത്തിയിട്ട് ചിലപ്പോൾ യൂണിഫോം ഒന്നും മാറില്ല. ആദ്യം തന്നെ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ അന്നേരം പറയാം കൊച്ചിൻ്റെ പേരെന്താ, അല്ലെങ്കിൽ അതൊന്ന് പറയാന്നുണ്ട് കൊച്ചിൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ കൊച്ചിനോട് പറയും ഈശോ ഇങ്ങനെ ആ കൊച്ചിൻ്റെ തലയിലോട്ട് ഒത്തിരി പൂവൊക്കെ ഇട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ പേര് പറഞ്ഞ് ഈശോ എല്ലാ നന്മയും കൊടുത്ത് അനുഗ്രഹിക്കണേന്ന് ചിലപ്പോൾ ഒരു 25 പ്രാവശ്യം, ചിലപ്പോൾ 50, അന്നേരം വിഷമം മാറിയില്ലെങ്കിൽ ഒരു 50 പ്രാവശ്യമൊക്കെ. 50 പ്രാവശ്യം ഉറപ്പായിട്ട് സ്വാഭാവികമായിട്ട് മറന്നു പോകും. കാരണം അത് ഞാൻ ചൊല്ലി കൊടുക്കും ആദ്യം, അതിനുശേഷം കൊച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അന്നേരത്തേക്കും തന്നെ കൊച്ചിന് ഹീലിംഗ് കിട്ടും, പിള്ളേർ നല്ല സുഖമായിട്ട് പോകും. അതിന്റെ പുറമെ അതിലും വലിയൊരു ഹീലിംഗ് എന്ന് പറയുന്നത് ഉപദ്രവിച്ച കുട്ടികള് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഭയങ്കര കൂട്ടായിരിക്കും, തിരിച്ച് സ്നേഹത്തോടെ ഇങ്ങോട്ട് വരും. പിന്നീട് മോനുണ്ടായി. മോനിപ്പോ 9 വയസ്സുണ്ട്. ആദ്യത്തെ 2 പെൺകുട്ടികളാണ്. എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ മോനെ UKG-യിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവൻ ഇതുപോലെ ഒരു ദിവസം നന്നായിട്ട് ഇടിയൊക്കെ മേടിച്ചു വന്നു. അപ്പൊ അന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞപ്പോൾ ഇവൻ അങ്ങ് ഏൽക്കുന്നൊന്നുമില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ രാവിലെ പിള്ളേരെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് തലയൊക്കെ വെച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ, മിടുക്കനാണ്, പിന്നെ കുരുത്തക്കേട് കാണിക്കരുത്, കോപ്പി അടിക്കരുത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് വിടുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്ത് വിട്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് സ്കൂളിൽ പോകാൻ പറ്റില്ല, അവൻ എന്നെ ഇടിച്ചതാണ്. അപ്പം പറഞ്ഞു മോനെ ഇങ്ങനെ ആ കുട്ടിക്ക് വേണ്ടി നന്മ ചേച്ചിമാർക്ക് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ പറഞ്ഞു കൊടുത്ത് നന്മ കൊടുത്ത് അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു. ഇവനന്നേരം അവിടുന്ന് പ്രെയർ റൂമിൽ നിന്ന് ഒറ്റ ഇറങ്ങിപ്പോക്ക് പുറത്തു പോയ ആള്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവനെന്താ ഇങ്ങനെ കാണിക്കുന്നേ. അപ്പൊ ഇവനെ പിന്നെ ഞാൻ അകത്തോണ്ട് മോനെ ഇത് പറയാന്ന് പറഞ്ഞു, ഇത് പറ എന്നാലേ വിഷമം പോകുള്ളൂ, അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ഞെട്ടലായിപ്പോയി, എന്റെ കൊച്ചു ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോനെ അങ്ങനെ പറഞ്ഞേ. അമ്മയും അച്ഛനും എന്നെ ഇവിടെ നിന്ന് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥനയൊക്കെ അവൻ പറഞ്ഞിട്ട് എന്നോട് പറയാ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം, മിടുക്കനായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിടുമ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ മിടുക്കനായിട്ട് അവിടെ പോയിട്ട് കുരുത്തക്കേടൊന്നും കാണിക്കാത്തേ. അപ്പൊ അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ അച്ഛനും അമ്മയല്ലേ അവന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. പ്ലേറ്റ് മറച്ചു വെച്ചു തന്നു. ഇത് കുഞ്ഞു പഠിപ്പിക്കുന്ന പുത്തൻ സുവിശേഷമാണ്. അപ്പൊ അവന് വേണ്ടിയിട്ട് ഞാനാണോ പ്രാർത്ഥിക്കണ്ടേ. ഞാൻ പറഞ്ഞു അതല്ല മോനെ, നമ്മള് അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ആശ്വാസത്തിന് അവൻ 2 പ്രാവശ്യം പറഞ്ഞു, എങ്കിലും അവന് ഉള്ളിൽ ആ ദേഷ്യം അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊരു തിരിച്ചറിവായിരുന്നു. തീർച്ചയായിട്ടും മാതാപിതാക്കൾ വലിയൊരു റോളിനെ പറ്റിയാണ് ചേച്ചി പറഞ്ഞത്. നമ്മൾ പല പ്രാവശ്യം മധുരമൊഴിയിൽ ആവർത്തിച്ച് എന്നാൽ ഒരു മടുപ്പില്ല അത് വീണ്ടും പറയുന്ന കാര്യമാണ്, ദയവ് ഇത് സ്കൂളിലേക്കൊക്കെ പിള്ളേർ വിടുമ്പോൾ അനുഗ്രഹിച്ച് വിടുക. ആ ഒരു ദിവസങ്ങൾക്ക് അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ വീഴ്ചകളുടെ മേലും കുരിശ് വരച്ച് തമ്പുരാന്റെ പ്രൊട്ടക്ഷൻ, സ്വർഗത്തിന്റെ സംരക്ഷണം ചോദിച്ചു വിടുക. അതിന്റെ വ്യത്യാസമാണ് ഇപ്പൊ ഈ കുഞ്ഞ് പറഞ്ഞത്. കൊച്ചിനെ മനസ്സിലായി. എത്ര വയസ്സുണ്ടായിരുന്നു കൊച്ചിനെന്ന്? UKG പഠിക്കുന്ന കൊച്ചിന് മനസ്സിലായി അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരെ ജീവൻ നടക്കുന്നില്ല, ഞാൻ കമ്പൽ ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവന്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കാത്തത്? ശേഷം ദീപ സംഭവത്തിന് ശേഷം അത് മനസ്സിലിങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കാം ദീപ നേരത്തെ ചെറുപ്പത്തിൽ തന്നെ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഉണ്ണീശോയുടെ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ദീപ അതാ മോന് പറഞ്ഞു ക്ഷമിക്കാനുള്ള പ്രാർത്ഥനയാണോ? അല്ല, ഉണ്ണീശോയുടെ ഒരു പ്രാർത്ഥന, ചെറിയൊരു കുഞ്ഞു പ്രാർത്ഥനയാണ്. ഉണ്ണീശോയെ പോലെ വളർത്തണേന്നും പറഞ്ഞ് ചെല്ലുന്ന പ്രാർത്ഥന. അപ്പൊ അതുവരെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മൾ കളർ പ്രിന്റ് ആയിട്ട് ഉണ്ണീശോയുടെ ഒരു പടം വെച്ചൊരു കളർ പ്രിന്റ് ആയിട്ട് എടുത്തു. അതിനുശേഷം അടിയിൽ ഇങ്ങനെ കുറിപ്പടി എഴുതി വെച്ചു, നിങ്ങൾ മക്കള് സ്കൂളിൽ പോകുമ്പോഴും പുറത്തു പോകുന്നതിന് മുമ്പും നിങ്ങൾ മക്കളുടെ തലയൊക്കെ വെച്ച് അനുഗ്രഹിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ, മിടുക്കനാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചെല്ലാവുന്ന പ്രാർത്ഥന പ്രിന്റ് ചെയ്ത് കൊടുത്തു. നല്ല സുവിശേഷ പ്രഘോഷണത്തിന്റെ വഴി തന്നെയാണ് അത്. അങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് കുറെ കുട്ടികൾക്ക് കൊടുത്തു, പിന്നെ ഇടവകയിൽ കൊടുത്തു, പിന്നെ ഏഞ്ചൽസ് ആർമിയുടെ ധ്യാനങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോ അവിടെ കൊടുത്തു. ഒരുപാട് പേർക്ക് കൊടുത്തു. അവന്റെ പ്രാർത്ഥന കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അവന്റെ പ്രേക്ഷിതരാവും ബാല്യത്തിലെ അറിയും. ഇതൊക്കെ എത്ര നല്ല ബ്യൂട്ടിഫുൾ ടിപ്സ് ആണ് ഓരോ കുടുംബത്തിനും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. കുഞ്ഞുങ്ങൾ സാധാരണ കുരുത്തക്കേടുകൾ കൊടുത്തു, ചീത്ത സ്വഭാവങ്ങൾ കൊടുത്തു എന്നൊക്കെ സാധാരണ പറയുന്നത്. ഇവിടെ കൊച്ചുകൊണ്ട് എല്ലാവർക്കും പുണ്യത്തിൽ ജീവിക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയാണ്. പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ ഇപ്പം പിന്നീട് അത് ചെല്ലിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ചെല്ലി പോകുന്ന കുടുംബങ്ങളും അനുഗ്രഹം മേടിച്ചു പോകുന്ന, നിർബന്ധമായിട്ട് ഓടിപ്പോയി അപ്പൻ്റെ അമ്മയുടെയും പുറകെ പോയി അനുഗ്രഹം മേടിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ അതിൽ ചില വിഷമങ്ങൾ നമുക്ക് തോന്നിയ കേസുകൾ, പലയിടത്തുനിന്ന് അറിഞ്ഞ കാര്യങ്ങൾ, ചില പറഞ്ഞ കേസാണ്. അപ്പൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അനുഗ്രഹിക്കുക പറയുമ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യം കാണിച്ചിട്ട് പറയുമ്പോൾ അതങ്ങനെയൊക്കെ എഴുതി വെക്കും, പറ്റത്തില്ല എന്ന് പറയുന്ന പാരന്റ്സ് ഇന്ന ആൾക്കാർ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇതൊരു ഏറ്റവും ഹംബിൾ റിക്വസ്റ്റ് ആണ്. നിങ്ങളിലൂടെ അല്ലേ ഈ കുഞ്ഞുമക്കൾ, ഞങ്ങളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വന്നത്.
അതുകൊണ്ട് നിങ്ങളുടെ കരങ്ങൾ നിങ്ങളിപ്പോൾ അങ്ങനെ പറയുന്നത് അവരുടെ അവസ്ഥ മോശമാണോ, അവർ പാപികളാണെന്നോ, അവർ അൻപത്തി വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ എന്തായാലും നിങ്ങളെയാണ് തമ്മിലെ തിരഞ്ഞെടുത്തത്. നിങ്ങൾക്ക് വിളി തന്നാണ്, നിങ്ങളുടെ യോഗ്യത പ്രമാണിച്ചിട്ടല്ല. സ്വർഗം നിങ്ങൾക്കെന്ന് വിളിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരങ്ങൾക്ക്, നിങ്ങൾ മക്കളുടെ തലയിൽ കൈവെക്കുമ്പോൾ അതിന് സ്വർഗത്തിന് ശക്തിയും പിതാവായ ദൈവത്തിന്റെ കരത്തിന് ബലമുണ്ട്. അത് തീർച്ചയായ കാര്യമാണ്. പറഞ്ഞോളൂ. ചെയ്യാത്ത ശീലമായിട്ടുണ്ടായിരിക്കും അവരങ്ങനെ. അതെ, ഉറപ്പായിട്ടും. നിങ്ങളിത് ദയവ് ചെയ്ത് ഇവിടെ വന്ന് ഓരോ കുടുംബങ്ങൾ ഇങ്ങനെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇവരൊക്കെയാണ് നൂലെ കെട്ടി ഇറങ്ങി വന്ന ആൾക്കാർ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നമുക്കിതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പോകാൻ വിചാരിക്കുന്നു. സാധാരണ മക്കൾ സ്കൂളിൽ നിന്നൊക്കെ ഇടിയും പ്രവാസത്തിലേക്ക് ഉണ്ടാക്കിയിട്ട് വരും. ചിലപ്പോൾ പേരൻസ് വലിയ ഇഷ്യൂ ആയിട്ടൊക്കെ മാറ്റും. പിള്ളേർ നാളെ അത് മറന്നു പോകും. പക്ഷേ ചില പേരൻസ് അത് ഇഷ്യൂ ആക്കി മാറ്റും, അല്ലെങ്കിൽ സ്കൂളിൽ ഇഷ്യൂ ആക്കി മാറ്റും. അത് പിള്ളേർക്ക് വൻ മുറിവായി മാറും. അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? അത് പറഞ്ഞത് ശരിയാണ്. സ്കൂളിൽ നിന്ന് ഒത്തിരി ഇതായിട്ടൊക്കെ വരുന്നത് ചില പേരൻസ് ഉടനെ അവർ പ്രൊവോക്കായിട്ട് അങ്ങനെയാണോ, നമുക്ക് സ്കൂളിൽ പോയി ചോദിക്കണം, അങ്ങനെയല്ലല്ലേ ഇങ്ങനെ. അത് കേൾക്കുമ്പോഴത്തേന് പിള്ളേരും വിചാരിക്കും അങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് നേരെ മറിച്ചുള്ള ഒരു അനുഭവം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനുഭവമാണ്. ആ കൊച്ചു സ്കൂളിൽ വെച്ച് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി അവനെ എന്തോ അവൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് അവനെ എടുത്തിട്ട് ഇടിച്ചു. ബർത്ത്ഡേ ബാഷ് എന്ന് പറയുമല്ലോ ഇപ്പോഴത്തെ പുതിയ സംഭവം. മേശപ്പുറത്ത് എടുത്തിട്ട് കുറേ കമത്തി കിടന്ന് കുറേ ഇടിക്കുക. അപ്പം എല്ലാവരും ഭയങ്കര ബഹളം വെക്കുക അന്നേരം. അപ്പോൾ ആ സമയത്ത് ടീച്ചർ വരുന്നു എന്ന് ആരാണ്ട് പറഞ്ഞു. ടീച്ചർ വരുന്ന കണ്ടുകൊണ്ട് ഇതുങ്ങളെല്ലാം കൂടെ ഓടിപ്പോയി അങ്ങ് ഇരുന്നു. ഈ ചെറുക്കൻ കമന്ന് കിടക്കുന്ന ചെറുക്കൻ എഴുന്നേറ്റ് വന്നപ്പം താമസിച്ചു. ടീച്ചർ വന്നപ്പം കണ്ടത് ഇവൻ ഈ ടേബിളിലേക്ക് കമന്ന് കിടക്കുന്നു. ഇപ്പം സ്വതവേ ഇച്ചിരി ഒരു ഉഴപ്പുണ്ടായിരുന്നു. ഇച്ചിരി നല്ല അത്യാവശ്യം പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഉഴപ്പമില്ല, മിടുക്കൻ ആവശ്യം ഉഴപ്പുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ എന്നാ ഇത് ഇവനെ പിടിച്ച് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കൊണ്ടുപോയി. പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഇതാണ് സംഭവം, ഇവൻ ഭയങ്കര ബഹളമാണ്, പ്രശ്നമാണ്, അല്ലെങ്കിൽ തന്നെ ഇവൻ പഠിക്കാറില്ല, ഉഴപ്പനെന്ന് അങ്ങനെ പറഞ്ഞ്. അപ്പോൾ പ്രിൻസിപ്പാൾ അതെങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് വെച്ചാൽ, പ്രിൻസിപ്പാൾ അപ്പം തന്നെ അവനോട് പറഞ്ഞു, നിൻ്റെ ബാഡ്ജ് ഊര്, നിൻ്റെ ടൈ ഊരി വെക്ക് വെച്ച് നാളെ തൊട്ട് നീ സ്കൂളിൽ നാളെ തൊട്ട് നീ സ്കൂളിൽ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അവൻ ഭയങ്കര അങ്ങ് ഹ്യൂമിലിയേറ്റ് ആയിപ്പോയി. അവന് ഭയങ്കര മനസ്സിന് ഭയങ്കര മുറിവായിപ്പോയി. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവനെ നീ ക്ഷമിക്കാനോ, ഞാൻ തെറ്റ് ചെയ്തല്ലേ, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അപ്പോൾ ഞാൻ എന്തിനു ക്ഷമിക്കണം, അവരല്ലേ തെറ്റ് ചെയ്തത്, പ്രിൻസിപ്പാളല്ലേ തെറ്റ് ചെയ്തത്, പിള്ളേരല്ലേ തെറ്റ് ചെയ്തത്, ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ ഇവള് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിന് ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണേ, മോനെ നീ ക്ഷമിക്കുക, എന്നാലേ നിനക്ക് മനസ്സിന് സമാധാനം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥ, നിനക്ക് പഠിക്കാൻ പറ്റിയല്ല, പരീക്ഷ വരുവാണ്, ഇല്ല ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ ഇവളിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ഇതേ പറയാൻ പറ്റുള്ളൂ, പക്ഷെ നീ ക്ഷമിക്കാനുള്ള കൃപ നീ കൊടുത്താലേ എൻ്റെ കുഞ്ഞിന് ക്ഷമിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവള് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ കൊച്ചിന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവസാനം പറയാം, ശരി അമ്മ പറയുന്നോണ്ട് ഞാൻ ക്ഷമിക്കാം. അതാണ് പോയിന്റ്, അമ്മ പറയുന്നോണ്ട് ഞാൻ ക്ഷമിക്കാം. അമ്മ പറയുന്നോണ്ട് ഞാൻ ക്ഷമിക്കാം. ഇത് കൃപ കിട്ടിയിട്ടാണ് ആ കൊച്ചങ്ങനെ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ആ കൊച്ചിന് പിന്നെ പരിപൂർണമായിട്ട് ക്ഷമിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. പ്രിൻസിപ്പാളിനോടും കൂടെയുള്ള പിള്ളേരോടും ഒക്കെ ക്ഷമിക്കാൻ പറ്റി. പക്ഷെ അതിനകത്തുണ്ടായ ഗുണമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞപ്പോൾ ആ ചെറുക്കൻ്റെ പഠിത്തം ഭയങ്കരമായിട്ട് അങ്ങ് നന്നായി. ആ പരീക്ഷയ്ക്ക് നല്ലപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചു. ഇപ്പം ഒരു പ്രൊഫഷണൽ കോളേജിൽ നല്ല ഡിഗ്രിയിൽ അവൻ ചേർന്ന് അവൻ പഠിക്കുകയാണ്. ഈ അമ്മ എത്ര വലിയ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയൊരു മേഖലയാണ് ഒരു അമ്മയുടെ ഇടപെടൽ മൂലം, അമ്മയുടെ സ്വാതന്ത്ര്യം മൂലമൊക്കെ മാറിപ്പോകുന്നത്. എനിക്കിതിൻ്റെ ഒത്തിരി അതർ സൈഡ് അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ കുറച്ച് സ്കൂളിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓർക്കുന്നുണ്ട്, ചില മാതാപിതാക്കളൊക്കെ വന്നിട്ട് സ്കൂളിൽ ഇപ്പോൾ ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞതോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പേരിലായിരിക്കും വന്നിട്ട് ഷൗട്ടി കേസ് കൊടുത്ത അനുഭവങ്ങൾ വരെയുണ്ട്. ഒരു കൊച്ചിനെ ചില കാരണങ്ങളുടെ പേരിൽ വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അപ്പൻ അവനെ അടിച്ചിട്ട് ആ അടിച്ചതിൻ്റെ കേസ് ഉൾപ്പെടെ സാറിൻ്റെ പേരിൽ അപ്ലൈ ചെയ്ത് പോലീസ് കേസ് ഉണ്ടാക്കിയ സംഭവം വരെയുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് എന്താ പഠിക്കുന്നതിന് ശേഷം എന്നിട്ട് അവർ കേസ് നടത്തുകയാണ്, വലിയ വിജയപ്രദമായിട്ട് നടത്താൻ വേണ്ടി സ്കൂളിൽ സമരം വെക്കുന്നു, ആഘോഷം ഭയങ്കരമായിട്ട് അങ്ങ് തകർക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ സമാന സ്കൂളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെ തെറ്റിദ്ധരിക്കപ്പെട്ട അവരുടെ മനസ്സിലുണ്ടായ അനുഭവങ്ങളെയൊക്കെ ഹീൽ ചെയ്യപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. മകള് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവളുടെ ഒരു കൂട്ടുകാരിയായിട്ട് വഴക്കുണ്ടായി. മോള് സാധാരണ സ്വാഭാവികമായിട്ടും ഭയങ്കര ശാന്തശീലയാണ്, ആരോടും അങ്ങോട്ട് ഇടിക്കാനോ വഴക്കാനോ ഒന്നും പോകത്തില്ല. അപ്പം ഞങ്ങൾക്ക് അറിയാം ഇവളെന്ത് പറഞ്ഞാലും അതിലൊരു കാരണം നേര് വിട്ടിട്ട ആള് ഒന്നും പറയില്ല. അപ്പം എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ആ കുട്ടി ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ വിഷമിപ്പിച്ചു. ഞാൻ പറഞ്ഞു, സാരമില്ല മോളെ, ക്ഷമിച്ചാൽ മതി, സാരമില്ല, നമുക്ക് അവരുടെ സാധാരണ ഞങ്ങളുടെ ക്രിയകൾ ചെയ്തു, സ്ഥിരം ക്രിയകൾ ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ അമ്മ വിളിച്ചു തന്നെ. ആ കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു,
ഇങ്ങനെ സ്കൂൾ ബസ്സിൽ നിന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ആ. ഞാൻ പറഞ്ഞു അത് സാരല്ലേ ചേച്ചി, എന്നെക്കാളും മൂത്തയാളാ, ആ, ഇപ്പൊ പിള്ളേര് തമ്മിലുള്ളതല്ലേ, അത് കണക്കാക്കണ്ട. അല്ല എൻ്റെ മോള് ഇവിടെ വന്ന് അവൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവളിത് കേട്ടോണ്ടും കൂടെ നിൽക്കുകയാണ്. ഓ ഇവളല്ല തെറ്റ് ചെയ്യുന്നു, തെറ്റ് ചെയ്തത് മറ്റേ ആളാണ് തെറ്റ് ചെയ്തത്, ഇവളെ പക്ഷേ ആറ്റുപിടിപ്പെടുകയും ചെയ്തു. ചെയ്തു. അപ്പോഴത്തേക്കും പിന്നെ ചേച്ചി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ചേച്ചി ആ കേസ് വിട്ടേക്ക്, പിള്ളേർ തമ്മിലുള്ള കേസ് നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട, ആ കേസ് അങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ വിഷയം പെട്ടെന്ന് മാറ്റി വിട്ടു, ഫോൺ വെച്ചു. അപ്പോഴത്തേക്ക് ഇവളിത് കേട്ടോണ്ടിരുന്നപ്പം പറഞ്ഞു ഞാനല്ലല്ലോ അമ്മയെ തെറ്റ് ചെയ്തത്, അപ്പൊ പിന്നെ എന്തിനാണ് പറഞ്ഞു. മോളെ അവർക്ക് അറിയത്തില്ലാത്തോണ്ടല്ലേ, അവർക്ക് അങ്ങനെയല്ലേ അറിയുള്ളൂ, അപ്പം മോക്കറിയാലോ അങ്ങനെയല്ലാന്ന്, അപ്പൊ ഈശോയ്ക്കും അറിയാം അങ്ങനെയാണ്. ഇതന്നെയല്ലേ ഈശോയും പറഞ്ഞ പിതാവ് ഇവർ ചെയ്യുന്നവരെ അറിയണില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിച്ചേക്കണേ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങള് സാധാരണ പോലെയെല്ലാം ഇത് പിന്നെ ആവർത്തിച്ചു. പക്ഷെ പിന്നീട് അങ്ങനെ ഒന്ന് തട്ടിവിട്ടതിന് ശേഷം പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ, കാരണം നമ്മൾ ഒന്ന് ചൂട് പിടിപ്പിച്ച് കൊടുത്തെങ്കിലേ ഇത് പ്രശ്നങ്ങളേക്ക് ചൂട് പിടിച്ച് പോകത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ മാതാപിതാക്കള് ക്ഷമിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തലമുറകളോളം ക്ഷമിക്കാൻ പറ്റാത്ത കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലൊരു അമ്മ എൻ്റെ അടുക്ക പറഞ്ഞ ഒരു ഭയങ്കര ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ അവരുടെ മകള് ഭയങ്കര ഭീകരമാമിതം ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ കൊച്ചിന് അത് ഭയങ്കര ഒരു ഒട്ടും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവം. കൊച്ചു നല്ല വിശുദ്ധയായ കുഞ്ഞായിരുന്നു. പിന്നീട് ചൂഷണം ചെയ്യപ്പെട്ട് മാത്രമല്ല കൊച്ചു അതിന് അഡിക്റ്റായി തുടങ്ങി. പാവം ആ പാപത്തിലേക്ക് കൊച്ചു അങ്ങ് വീണു. കൊച്ചിന് വിട്ടുമാറാൻ പറ്റാത്ത ഒരു ബന്ധനം പോലായി. പിന്നീട് കൊച്ച് അമ്മയോടുള്ള അടുപ്പം മൂലവും അമ്മയുടെ സ്നേഹവും കരുതലൊക്കെ മൂലം അമ്മയ്ക്ക് ചില മാറ്റങ്ങൾ കൊച്ചിനെ കണ്ടുകൊണ്ട് അമ്മ ചേർത്തിരുത്തി മോളോട് ചോദിച്ചപ്പോൾ കൊച്ചു ഇതെല്ലാം പറഞ്ഞു, എല്ലാം A to Z എല്ലാ സംഭവങ്ങളും പറഞ്ഞു. അമ്മ കൊച്ചിനെയും കൊണ്ട് അവരുടെ പ്രാർത്ഥനാമുറി പോയിട്ട് ഈശോയുടെ തിരുക്കുരിശ് കാണിച്ചു കൊടുത്ത് അമ്മ പറയാണ്, മോളെ കുരിശിലേക്ക് നോക്കിക്കേ, കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുമ്പിൽ മോളെ മിസ്യൂസ് ചെയ്ത, മോളെ നശിപ്പിച്ച ആ ചെറുപ്പക്കാരൻ്റെ മുഖം കൊണ്ടുപോവാ, എന്നിട്ട് മോള് ഈശോയുടെ തിരിച്ചോര ആ വ്യക്തിയുടെ മേലിലിറങ്ങാനും വിശുദ്ധീകരിക്കപ്പെടാനും മോളുടെ ഓർമ്മയും മോളുടെ ചിന്തയും മോളുടെ എല്ലാ അവസ്ഥകളും വിശുദ്ധീകരിക്കപ്പെടാനും ആ അങ്കിള് വിശുദ്ധീകരിക്കപ്പെടാൻ പ്രത്യേകമായിട്ട് അങ്കിളും അങ്കിളുടെ കുടുംബമൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് 1/4 മണിക്കൂർ അമ്മയും മോളും കൂടി അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈശോയുടെ തിരുരക്തം നനക്കണമേ. എനിക്ക് കുഞ്ഞിനെ പിന്നെ നന്നായിട്ട് അറിയാവുന്ന ഈ കുഞ്ഞ് പറയണം എനിക്കങ്ങനെ ചിന്ത പോലും ഇല്ലെന്നിപ്പോൾ. ആ ഒരു പാപത്തിൻ്റെ വഴിക്ക് പോലും എനിക്കില്ല. കാരണം ആ അമ്മ ചേർത്ത് പിടിച്ച് ഈശോയുടെ തിരുരക്തം ഇറക്കിയപ്പോൾ വലിയ ദിവികാരൻ്റെ അനുഭവവും ഭയങ്കരമായിട്ടുള്ള കർത്താവിൻ്റെ ക്ഷമിക്കാനുള്ള ശക്തിയുടെ മുറിവ് ഉണങ്ങിപ്പോയെന്നുള്ളതാണ്. ആൻറ്റിക്ക് ഇങ്ങനെ സമാനമായ അനുഭവങ്ങളൊക്കെ കൗൺസിലിംഗ് മുറികളിലൊക്കെ കിട്ടിയിട്ടുണ്ടോ ആൻറ്റി? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ ശരിക്കും ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനത്തെ ഈ ലൈംഗികമായിട്ടുള്ള പാവമാണെങ്കിലും ചെയ്യുന്നവർ ശരിക്കും അവരുടെ ഭാഷയിൽ അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് പറയുന്നതാണ്. അത് നമ്മൾ ആ ഭാഷ നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു സംഭവം ഞാൻ പറയാം. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നപ്പം പറഞ്ഞു അവർക്ക് എന്തുകൊണ്ടോന്ന് അറിയത്തില്ല, അവരാകെ തകർന്ന് വിഷമിച്ചവർ വന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒന്നിൻ്റെ പുറകെ ഒന്ന് ആരെങ്കിലും എന്നെ റേപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു ആരെങ്കിലും എന്ന് വെച്ചാൽ അങ്ങനെ ആരെങ്കിലും ഒരു പ്രാവശ്യം ട്രെയിനെ വെച്ച ഒരാൾ, ഒരു പ്രാവശ്യം ജോലി സ്ഥലത്ത് കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന, ഒരു പ്രാവശ്യം ഒരു കല്യാണത്തിന് ശേഷം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഒരാൾ, അങ്ങനെ ഒരു പ്രാവശ്യം ഒരു പരിചയമില്ലാത്ത ഒരാൾ, അങ്ങനെ എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഈ റേപ്പാണ് അവർക്ക് അവരുടെ വലിയൊരു ഇതായിട്ട് വരുന്നത്. കൂടെ ആരെങ്കിലുമൊക്കെ റേപ്പ് ചെയ്യുക. അപ്പോൾ അവർ എൻ്റെ ഒരു തെറ്റും അല്ലല്ലോ, ഞാൻ എന്നാ ചെയ്യാനാ, എന്നെ പിടിച്ചിട്ട് നല്ല സുന്ദരിയാണേ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഭയങ്കര സങ്കടം തകർന്നവർ എന്തിനാ ഈശോ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വീണ്ടും ഒന്നിൻ്റെ പുറകെ ഇങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ അനുവദിക്കുന്നത് എന്തിനാണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം ഭയങ്കര തകർന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേന് ഈശോ ഒരു സീൻ കാണിച്ചു തന്നു. ഇവർക്കൊരു 4 വയസ്സ് പ്രായമുള്ളപ്പോഴത്തേന് ഇവരുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു ഇവരെ ഇങ്ങനെ റേപ്പ് ചെയ്യുന്ന ഒരു സീൻ കാണിച്ചു തന്നു. അപ്പം ഞാൻ ഈശോ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു അമ്മന് മോളെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? അപ്പോൾ അവൾക്ക് ഓർമ്മയില്ല. 4 വയസ്സ് കൊച്ചു കണ്ണല്ലേ. അവൾ എനിക്ക് അങ്ങനെയൊന്നും ഓർമ്മയില്ല. അപ്പം അടുത്ത ബന്ധു എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു, അവൾക്കൊന്നും ഓർമ്മയില്ല. അപ്പം ഈ ബന്ധു ആരാണെന്നുള്ള കാര്യം ആ ബന്ധം ഞാൻ പറഞ്ഞപ്പോഴത്തേന് ചുമ്മാതെയല്ല, എനിക്ക് കൂടെ ഇങ്ങനെ ഒരു സ്വപ്നം, സാധാരണ എനിക്ക് സ്വപ്നം വരികയില്ല, അഥവാ സ്വപ്നം വന്നാൽ ഈ പർട്ടിക്കുലർ വ്യക്തിയാണ് എൻ്റെ സ്വപ്നത്തിൽ വരുന്നതെന്ന്. ഞാൻ ഈ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞ ആ വ്യക്തിയാണ് എൻ്റെ സ്വപ്നത്തിൽ വരുന്നത്. വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്, ചാടി എഴുന്നേക്കും. പിന്നെ എനിക്ക് കുറെ നേരത്തിന് ഉറക്കം വരികയില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇത്രയും അടുത്ത എൻ്റെ ബന്ധു ആണ്, ഇത്രയും
പിന്നെ എന്തിനാ എനിക്ക് ഇത്ര ഭയം തോന്നുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായത് കറക്റ്റാണ് ഈശോ കാണിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ ക്ഷമിക്കാനായിട്ട് നീ ഈശോയോട് പറ, എന്നിട്ട് നീ ക്ഷമിക്കാൻ. അതെങ്ങനെയാണ് ഞാൻ ക്ഷമിക്കും? ഇത്രയും വേദനയിലൂടെ എന്നെ കടത്തി കൊണ്ടുപോയി ഇവരോടൊക്കെ ഞാൻ ക്ഷമിക്കാനോ? അതെങ്ങനെ സംഭവിക്കും? ഞാൻ പറഞ്ഞു, മോളെ ഈശോ കുരിശെ കടന്നുകൊണ്ട് സഹനത്തിൻ്റെ നടുവിൽ നിന്നാണ് പറഞ്ഞത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല. ആ കുരിശെ കിടന്ന് ഈശോയെ നോക്കിയിട്ട് നീ പറ എനിക്ക് ക്ഷമിക്കാൻ കൃപതാന്ന് പറഞ്ഞു. അവരവരുടെ ഭാഷയിൽ അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് പറയും. നീ അവർക്ക് പ്രാർത്ഥിക്കുക, ക്ഷമിക്കാനുള്ള കൃപ നീ ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് കുറേ നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴത്തേന് ഈ 4 വയസ്സ് ആയപ്പോഴത്തേനുള്ള ആ സംഭവത്തിലുണ്ട് ആ വ്യക്തിയോട് ഈ കൊച്ചിന് ഇവർക്ക് ക്ഷമിക്കാനായിട്ട് സാധിച്ചു. കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോ ഇത്ര നാൾ എൻ്റെ മനസ്സിലിങ്ങനെ ആണുങ്ങളെ കണ്ടാലേ വെറുപ്പായിരുന്നു അവർക്ക്, അത് ദേഷ്യമായിരുന്നു, വർഗത്തോടെ തന്നെ അവർക്ക് ദേഷ്യമായിരുന്നു. ഞാൻ ഇങ്ങനെ വെറുപ്പും വെച്ച് നടന്നു എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് ക്ഷമ ചോദിച്ച് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവൾ പിന്നെ 30 ദിവസം തുടർച്ചയായിട്ട് ഒരു കുർബാന ചൊല്ലി. കാരണം പുള്ളി മരിച്ചു പോയായിരുന്നു. പുള്ളിയുടെ ആത്മാവിന് ശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ വന്നപ്പോൾ ഈ ഓരോരുത്തരും ഇവിടെ അയൽവക്കംകാര്, ഒരു പരിചയമില്ലാത്ത ഒരു ആള്, അവരെല്ലാവരും ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർക്കെല്ലാം ഈശോ അവരെ അനുഗ്രഹിക്കണേ, അവരോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര കൃപയിലോട്ട് വന്നു. അവളൊരു നിയോഗമായിട്ട് അവൾ എടുത്തിരിക്കുകയാണ്. എല്ലാ കുർബാനയിലും പ്രത്യേകമായിട്ട് ഇങ്ങനെ റേപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവള് ഒരു ശരിക്കും തിരുമുറിവാക്കി ഉയർത്തിയും തന്നെയല്ല. അപ്പം ഞാൻ അവർക്കാണ് ആ ഒരു സംഭവത്തിലൂടെ അവൾക്കുണ്ടായ ആ മുറിവിലൂടെ തന്നെ അവൾ എന്നെ എത്രമാത്രം പേർക്കാണ് കൃപയിലേക്ക് കൊണ്ടുവരാൻ, എത്ര പേർക്കാണ് അവൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അവൾ പറയാ, എവിടെയെങ്കിലും ഇങ്ങനെ എന്തൊരു സംഭവം ഞാൻ കേട്ടാൽ എനിക്ക് ഈശോയുടെ മനോഭാവമാണ്, എനിക്ക് ആ പ്രവൃത്തിയോട് വെറുപ്പുണ്ട്, പക്ഷെ ആ ചെയ്യുന്ന ആളിനോട് എനിക്ക് എന്തോ വെറുപ്പോ ദേഷ്യം ഒന്നും തോന്നി, എനിക്ക് സഹതാപവും കരുണയാണ് തോന്നുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് ടി വികളിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇതുപോലത്തെ ഇഷ്യൂകൾ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ജഡ്ജ് ചെയ്യുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ഈ വിക്ടിമിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ അത് ചെയ്ത വ്യക്തികളുടെ ഒരു മാനസാന്തരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്കൊരു ക്ഷമ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. ആൻറ്റിയുടെ അനുഭവം ഉറപ്പായിട്ട് അനേകർക്ക് അതൊരു പ്രാർത്ഥന ഇപ്പം തന്നെ പ്രാർത്ഥിക്കാൻ കാരണമാവട്ടെ. ആൻറ്റി ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എൻ്റെ മക്കൾക്ക് മൂത്തവർക്കൊക്കെ നല്ല ആന്തരിക മുറിവ് ഉണ്ടായിരുന്നു, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര കുരുത്തക്കേട്, ഭയങ്കര ദേഷ്യം, കരച്ചിൽ, ഇങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നം. നമുക്കൊന്നും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന സ്വഭാവം അല്ലായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു 9 വർഷം മുമ്പ് ചേച്ചി ആൻറ്റി ഇങ്ങനെ അവിടെ തോമാപുരത്ത് ഏഞ്ചൽസ് ആർമിയുടെ ഒരു ഫാമിലി ധ്യാനത്തിന് ഡേസി ആൻറ്റി അവിടെ അപ്പൊ അന്ന് ഡേസി ആൻറ്റീനെ കൊണ്ടുപോയി വിടാന്, റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത്. അപ്പൊ ഞങ്ങൾക്ക് ആന്റിയോട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം സംസാരിക്കാൻ അവസരം നോക്കിയിരുന്നപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ ആളില്ലാതിരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ കൊണ്ടുപോയി വിടുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ മക്കളുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര കുരുത്തക്കേടാണ്, ഭയങ്കര വാശിയാണ്. അപ്പൊ അന്നേരം പറഞ്ഞു അത് ആന്തരിക മുറിവ് കാരണമാണ്, അത് ദേഷ്യപ്പെടല്ലേ, ആന്റിയുടെ മോനെ ഇങ്ങനെ അടിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അതുകൊണ്ട് മക്കളെ 9 വയസ്സ് കഴിഞ്ഞല്ല, 9ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇങ്ങനെ ഭയങ്കര കുരുത്തക്കേട് കാണിക്കുമ്പോ പിള്ളേരെങ്ങനെ അടിക്കാതിരിക്കും, അപ്പൊ അടിക്കരുത്, അതിന് പകരം ഒരു മരുന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നത് ഇങ്ങനെയായിരുന്നു, മകളെ കെട്ടിപ്പിടിച്ച് നെഞ്ചത്തോട് ചേർത്ത് വെക്കുക, എന്നിട്ട് നീയല്ല നിൽക്കുന്നത്, അതിന് പകരം മാതാവിനെ ചേർത്ത് എൻ്റെ ഉള്ളില് മാതാവിനെ കെട്ടിപ്പിടിക്കുന്നേന്നുള്ള മനസ്സിൽ കണ്ടിട്ട് നെഞ്ചത്ത് ചേർത്ത് പിടിച്ചതിന് ശേഷം എന്നിൽ നിന്ന് വന്ന, ഞാനാകുന്ന അമ്മയിൽ നിന്ന് വന്ന കുറവെല്ലാം കൂടെ മാതാവിനോട് പറയാം, അതെല്ലാം കളഞ്ഞിട്ട് സ്നേഹം കൊണ്ട് നിറയ്ക്കണേ, ഈശോയുടെ രക്തം കൊണ്ട് കഴുകണേ എന്നൊക്കെ പറഞ്ഞ് ഈ പിടിക്കുന്ന സമയത്ത് ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് ആ നെഞ്ചിടിപ്പ് കേൾക്കാവുന്ന പോലെ അങ്ങോട്ട് സ്നേഹിച്ച് അങ്ങോട്ട് മുറിവ് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ദിവസം പലവട്ടം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ഞാൻ മക്കളെ പിടിക്കാൻ ചെല്ലുമ്പോ ഇവര് കൊതറി ഓടും, ഓടിപ്പിടുത്ത കളിയാ. എന്നാ ആ സമയത്തൊരു 3ാം ക്ലാസ് ഒക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പൊ പിടിച്ചാലൊന്നും നിൽക്കൂല, ഭയങ്കര വാശിക്കാരിയും കൂടിയാ. അപ്പൊ എന്നാലും ഞാൻ ബലം പിടിക്കും. അപ്പൊ ഒരു 2-3 പ്രാവശ്യത്തെ പിടുത്തം കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷെ പതിയെ അങ്ങോട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി, അങ്ങോട്ട് അങ്ങ് ഒതുങ്ങി പതിയെ ചേർന്ന് ഇങ്ങനെ ഒട്ടി വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കുറെ നാള് നമ്മളിങ്ങനെ ചെയ്തു. പിന്നെ രാത്രിയിൽ പോയിട്ട് തലയൊക്കെ വെച്ച് കുറച്ചു നേരം ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ടൊരു സ്വഭാവത്തിന് തന്നെ ഒരു മാറ്റം, ഭയങ്കര മാറ്റം. അതിപ്പോഴാണെങ്കിലും അതെ,
അത് മാറി മാറി ഇപ്പം നല്ല രീതിയിലേക്ക് നല്ലൊരു വ്യക്തിത്വത്തിലേക്ക് മക്കൾ വരാൻ തീർച്ചയായിട്ടും തുടങ്ങി. അനേകം മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മക്കളെ ചേർത്ത് പിടിക്കുക. ഇപ്പോൾ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത പിള്ളേരുണ്ട്, പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക് വലുതായി പോയി കഴിഞ്ഞാൽ. ഞാനൊരു വീട്ടിൽ ചെയ്യുന്ന എനിക്ക് പരിചയമുള്ള വീട്ടുകാർ പറഞ്ഞതാണ്, അപ്പനും അമ്മയും കൂടെ മക്കളെ ഇപ്പോൾ ഡിഗ്രിയൊക്കെ എത്തിയേ, അപ്പോൾ ചില മക്കൾ ഭയങ്കര ദേഷ്യവും വെറുപ്പും കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ അപ്പനും അമ്മയും കൂടെ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് അവർ കുറേ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം പറയാണ്, അപ്പം നേരെ മകനെ പോയി കെട്ടിപ്പിടിച്ചാൽ കിടക്കും. അന്നേരം അവൻ പൂരം ഉറക്കത്തില്ല. നമുക്ക് രാത്രി 12 മണിക്ക് 1 മണിക്ക് കിടന്ന് ഉറങ്ങുന്ന ഫോണിൽ പരിപാടി കഴിഞ്ഞിട്ട് ഇവനെ അപ്പനങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് കടന്ന് പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 4 മണി മുതൽ പ്രാർത്ഥന ഉറക്കമില്ലാതെ 6 മണി അപ്പനും മോനും കെട്ടിപ്പിടിച്ചാൽ തുടങ്ങും. അത് തന്നെ ഭയങ്കര ഹീലിങ്ങിന് കാരണമാവും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ മക്കളുടെ മുറിവുകളൊക്കെ എങ്ങനെ നമുക്ക് ഉണക്കിയെടുത്ത് അവരെ വീണ്ടും ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്കും ദൈവമക്കളുടെ വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഒരിക്കലും ഒരു വികാരിച്ചൻ ധ്യാനപ്രസംഗം നടക്കുകയാണ് പള്ളിയിൽ. ധ്യാനപ്രസംഗത്തിൻ്റെ അവസാനത്ത് ക്ഷമയെപ്പറ്റി വൻ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ആന്തരിക സൗഖ്യത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് അച്ഛൻ നല്ല സന്തോഷത്തോടെ ആൾക്കാരുടെ മാറ്റങ്ങളൊക്കെ കണ്ട് സന്തോഷത്തിൽ തിരിച്ചിറങ്ങി വന്നു. അച്ഛൻ ഉടുപ്പൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് വെല്ലുമ്മച്ച് കാണുന്നുണ്ട്. അമ്മച്ചി പറയാണ്, അച്ഛൻ പറഞ്ഞതൊക്കെ കൊള്ളാം, ക്ഷമിക്കാനൊക്കെ പറഞ്ഞു കൊള്ളാം, ഈശോ കുരിശിക്കിടന്ന് പറഞ്ഞു, ശത്രുക്കൾ ക്ഷമിക്കാനൊക്കെ പറഞ്ഞു, എല്ലാം ശരിയാണ്. പക്ഷേ അച്ഛാ, എൻ്റെ മുമ്പിലിട്ടാണ് എൻ്റെ മോനെ ആൾക്കാർ വെട്ടിക്കൊന്നത്. എൻ്റെ മുമ്പിൽ കിടന്നാണ് അവൻ പെടഞ്ഞ് മരിച്ചത്. നിസ്സഹായമായിട്ട് നോക്കി നിന്ന ആരും സഹായിക്കാനല്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ. എനിക്ക് അവരോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? അച്ഛൻ പറഞ്ഞു, ഞാൻ ക്ഷമിക്കാൻ എങ്ങനെ പറ്റും? അച്ഛനാകെ ഇങ്ങനെ കത്തിപ്പോയി. ഇതുപോലെ ലൈവ് സിറ്റുവേഷൻ ഒരിക്കലും അച്ഛൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അമ്മച്ചി ഞാൻ പ്രാർത്ഥിക്കാൻ വരാം. അച്ഛൻ എന്ത് പറയാനാ? അച്ഛൻ അവരുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോഴേ അച്ഛൻ കൃത്യമായിട്ട് കണ്ടത് കാൽവരിക്കുന്നായിരുന്നു. കാൽവരി കുരിശിന് മുകളിൽ ഈശോ കുരിശ് കിടക്കുന്നു. പരിശുദ്ധ അമ്മ അവിടെ നിന്ന് ശാന്തയായിട്ട് നിന്ന് തലകുമ്പിട്ടിരിക്കുന്ന ഭാഗമാണ്. അച്ഛൻ കണ്ടുകൊണ്ട് പറഞ്ഞു, അമ്മച്ചി ഒന്ന് കാൽവരിയിലേക്ക് പോയാൽ മതി, അപ്പോൾ അമ്മച്ചിക്ക് ഉത്തരം കിട്ടുമെന്ന്. അമ്മച്ചിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുക, അമ്മയുടെ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വ്യക്തിപരമായിട്ടോ നമ്മുടെ മക്കൾക്കോ ക്ഷമിക്കാൻ പറ്റാത്തൊരു അവസ്ഥകളും കുറേ ഡിസ്റ്റർബൻസ് സ്വഭാവ വൈകല്യമൊക്കെ ഉണ്ട്. അമ്മയോട് പറ, അമ്മ ചെയ്തു തരും. അതല്ലേ ഈശോ കൃത്യമായിട്ട് പറഞ്ഞ്, ഇതാ നിൻ്റെ അമ്മ, നിങ്ങൾക്ക് തന്നിട്ട് പോയത്. അതുകൊണ്ടാണ് നമുക്കൊരു നിമിഷം കുടുംബം ഒന്ന് ചേർന്നുകൊണ്ട് നമ്മുടെ ഈ സംഘർഷാവസ്ഥകളെയും മക്കളുടെ സ്വഭാവ വൈകൃതങ്ങളെയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളെല്ലാം ചേർത്ത് വെച്ച് നമുക്കൊന്ന് കാൽവരി മലയുടെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയ്ക്ക് പൊതുപോയി നിൽക്കാം. കുടുംബം ഒന്ന് ചേർന്ന് നിൽക്കട്ടെ. മക്കളെയൊക്കെ മാതാപിതാക്കളൊന്ന് ചേർത്ത് നിർത്തിക്കേ, ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. നമ്മളെല്ലാവരും കുടുംബം ഒന്നിച്ച് പരിശുദ്ധ അമ്മയ്ക്കൊപ്പം യോഹന്നാനൊപ്പം നമ്മൾ ഈശോയുടെ കാൽവരി മലയുടെ മുകളിൽ കുരിശിൻ്റെ താഴെ നമുക്കൊന്ന് മുട്ടുകുത്താം. ഈശോയുടെ കുരിശിൽ നിന്ന് ഒഴുകുന്ന തിരിച്ചോര കൊണ്ട് തമ്പുരാനെ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. മുറിവുകളെ തിരുമുറിവുകളാക്കി ഈശോയെ, നിന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന ആ തിരിച്ചോര കൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ മുറിവുകളെ തമ്പുരാനെ എല്ലാം നീ ഈ നിമിഷം തന്നെ സുഖമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ നെറ്റി മുതൽ ഉള്ളങ്കാൽ വരെ തമ്പുരാനെ നിന്റെ തിരുരക്തത്താൽ നീ കഴുകണമേ. അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയം മുതൽ നാളിത് വരെ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ മുറിവുകളെയും എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ ഈ മുറിവുകളാണല്ലോ തമ്പുരാനെ എൻ്റെ പാപങ്ങളിലേക്ക് നയിക്കുന്നത്. ഈ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന എൻ്റെ ജീവിതത്തെ തമ്പുരാനെ നിന്റെ തിരിച്ചോര കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് എനിക്ക് ആന്തരിക സ്വാതന്ത്ര്യം തന്ന് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. പൗലോസൊക്കെ പറഞ്ഞതുപോലെ ഒരു പുതിയ മനുഷ്യനാക്കി തമ്പുരാനെ നിന്റെ ഈ ഗാകുൽത്ത അനുഭവം എനിക്കും തരണമേ. പുതിയ മനുഷ്യനാകുവാൻ, നിന്റെ തിരിച്ചോരയാൽ കഴുകിയ പുതിയ കുഞ്ഞാടാകുവാൻ നീ എനിക്ക് കൃപ തരണമേ. അമ്മേ മാതാവേ, എന്നെ നീ ചേർത്ത് പിടിക്കണമേ. അമ്മയുടെ നീലക്കാപ്പിക്കുള്ളിൽ പൊതിഞ്ഞ് പിടിച്ച് എൻ്റെ എല്ലാ മുറിവുകളും ഉണക്കി ക്ഷമിക്കാൻ പറ്റാത്ത എല്ലാ അവസ്ഥകളെയും മകന്റെ സ്നേഹത്താൽ നനച്ച് ഉണക്കി വിശുദ്ധീകരിച്ച് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയ്ക്കൊപ്പം തലകുമ്പിട്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.